ഹായ് ഗായ്സ്, സനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വയനാട് ടൂറിൻ്റെ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഡേ 1 കാണാത്തതിൽ വേഗം പോയി കാണാം, എന്നിട്ട് ഇത് കാണാം. അപ്പോൾ ഞങ്ങൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇതാണ് കുറ്റാട് ടൗണ്. പിന്നെ അനിയത്തി നല്ല കോങ്കളിയിലാണ്, ഗെയിം കളിച്ചാണ്. ഇതാണ് കാരാപ്പുഴ ഡാം. ഇവിടെ ഒന്നും ആദ്യമൊന്നും വെള്ളമല്ലായിരുന്നു, പിന്നെ വെള്ളമൊക്കെ കയറിയതാണ്. പിന്നെ ഞാൻ ബേക്കറി കഴിച്ച്, പിന്നെ ഹോട്ടലിൽ കയറി സദ്യയൊക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ പോയത് കാരാപ്പുഴ പാർക്കിലേക്കാണ്. ഞങ്ങൾ പിന്നെ പാർക്കിങ്ങിനായിട്ട് പോവുകയാണ്. പിന്നെ പാർക്കിങ്ങിന് കുറേ പോയി. പിന്നെ അനിയനൊരു മുഖം മൂടി വേണമെന്നൊക്കെ പറഞ്ഞിനി. അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ പാർക്കിങ് കിട്ടി. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു പോയിനി. അപ്പോൾ ഞങ്ങൾ കുതിരനെയൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ധാരാളം ഇഷ്ടംപോലെ കുതിരകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇവിടെ നല്ല തിരക്കാണ്, നിറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ കുതിരയൊക്കെ പോകണൊക്കെ ഞങ്ങൾ കുറേ കണ്ടു. പിന്നെ അവിടെ സിപ്പ് ലൈനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഇവിടെ നല്ല കളിക്കാനായിട്ട് സ്ഥലമുണ്ട്. ഇവിടെ നിറച്ച് പുല്ലൊക്കെ പതിച്ചു കൊണ്ടുള്ള സ്ഥലമാണ്. ഇപ്പം കാട്ടിയതിൻ്റെ മൂത്താപ്പാൻ്റെ ഒരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അനിയന് ആ പുല്ലിൽ കൂടെയൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ഇവിടെ ആനൻ്റെയും മുയലിൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണ് പുല്ലുകൊണ്ട്. പിന്നെ ഞങ്ങൾ സ്ലൈഡിലൊക്കെ കയറി. ഞാൻ നല്ല പേടിച്ചിട്ടോ. പിന്നെ എൻ്റെ അനിയത്തിയും എല്ലാവരും കയറി. ചെറുതിൽ കുട്ടികൾക്കും വലിയ സ്ലൈഡിൽ ഞങ്ങളെ പ്രായക്കാർക്കുമാണുള്ളത്. പിന്നെ ഞങ്ങൾ അങ്ങനെ താഴത്ത് കുറേ ഇതൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ റൈഡിലൊക്കെ കയറി. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഞങ്ങൾ വണ്ടി പൊന്തിച്ച് വെച്ചുകൊണ്ട് ഗ്ലാസ്സിലൊരു പൂമ്പാറ്റുണ്ടായിനി, അതിനൊക്കെ കളഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇവിടെ കുറേ വണ്ടികൾ, ബസ്സിൻ്റെയൊക്കെ പാർക്കിങ്ങൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ അടുത്തത് ഞങ്ങൾ പോണത് ഫാമിലേക്കാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ചോക്കോബാറിൻ്റെ ഐസൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ഞങ്ങളങ്ങനെ ഫാമിലെത്തി. ഇവിടെ കുറേ പുല്ലുകൊണ്ട് ഇങ്ങനെ കുറേ ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ്. പാമ്പിൻ്റെയും തോണി, പിന്നെ അങ്ങനെ ആന, അങ്ങനത്തെ കുറേ ഷേപ്പൊക്കെ ഉണ്ട്. മയിലിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് അവിടെ എത്തിയപ്പോൾ ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ കുറേ പച്ചക്കറികളും അച്ചാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി ചെന്നാൽ തന്നെ അവിടെ ഒരു ഇതുപോലെ കുളം പോലെ മീനിൻ്റെ ഒക്കെ വേണ്ടി സെറ്റപ്പാക്കി വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി. ഇവിടെ നീണ്ട വെണ്ടയ്ക്കയും കുഞ്ഞി തക്കാളിയൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചീര, കുറേ ഐറ്റംസ് ചീരകളൊക്കെ ഉണ്ട്. ഞങ്ങളതിൽ നിന്ന് വെണ്ടക്ക, ചീര അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ നിന്ന് കുറച്ചൊക്കെ വാങ്ങി. പിന്നെ കുറച്ചുകൊണ്ട് പോയാൽ
ഇവിടെ കുറേ ചെടികളുമായിട്ടുള്ള ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ ഉണ്ട്, കഥ ബുക്കുകളും അങ്ങനത്തെയൊക്കെ. പിന്നെ ഇവിടെ കുറേ എണ്ണകളും അങ്ങനത്തെ സംഭവങ്ങൾ, അച്ചാറൊക്കെയാണ്. ഇവിടെ കുറേ പണ്ടത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അരക്കണ സാധനം, കത്തി അങ്ങനത്തെയൊക്കെ. അപ്പം ഞങ്ങൾ അതൊക്കെ തിരിച്ചൊക്കെ നോക്കി. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിന് അവിടെ. ഈ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. പിന്നെ അവിടെ കുറേ അച്ചാറുകളൊക്കെ ഉണ്ട്, ഇഞ്ചി അച്ചാർ, പൈനാപ്പിൾ അച്ചാർ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ചക്കൻ്റെ പൊരിയൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ ഒരു 3 മണി 3:30 ആയപ്പോഴത്തേന് തന്നെ ഇവിടെ നല്ല മഞ്ഞാണ്. പിന്നെ മഴയും പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനി സ്കൂൾ ഷോപ്പിംഗ് ഉടനെ വരും. ബായ്.